എന്താ ഇത്ര താമസം കഥക് തുറക്കാൻ? സ്റ്റവില് പാല് വെച്ചോണ്ടിരിക്കായിരുന്നു. കിടന്നോ? അതെ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ നോക്ക്. ഈ സമയത്ത് എന്താ അമ്പലത്തിലേക്ക്? ദേവിക, നമുക്കൊരു കാപ്പി പിടിച്ചാലോ? സോറി. എന്തിനാ? ഇത്രയും നാളെ നീ എന്നെ സഹിച്ചതിന് വേണ്ടി. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവായിരുന്നു. വഴക്ക് പറഞ്ഞാലും അടിച്ചാലും എൻ്റെ ഭാര്യയല്ലേ എന്നോർത്തു. തിരിച്ചൊന്നും പറയില്ലല്ലോ. അങ്ങനെ ഒരു സ്വാർത്ഥതയുടെ പുറത്താ ഒരുപാട് തെറ്റുകൾ ചെയ്തത്. എന്നാലും എൻ്റെ കൂടെ ആത്മവിശ്വാസത്തോടെ നിന്നതിന് താങ്ക്സ്. എന്നെ വഴക്ക് പറയുന്നോർത്താ പറയാതിരുന്ന്. ഞാൻ MSc കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നല്ല കാര്യം. ജോലിക്ക് പോകണം നിന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. നിന്റെ ഇഷ്ടം. നിങ്ങളൊന്നും അറിയാതെ എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ എന്നും സംസാരിക്കാറുണ്ട്. ഇത്രയും നാൾ നിന്നെ റെസ്ട്രിക്ട് ചെയ്തത് എന്റെ തെറ്റാ. സോറി. ഞാൻ എന്തെങ്കിലും പറയുമ്പോ എന്നോടൊരു വിശ്വാസം ഇല്ലാത്തോണ്ട് ക്രോസ് ചെക്ക് ചെയ്യാറില്ലേ? ഓർക്കുന്നില്ലേ? അങ്ങനെയൊന്നും ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ തെറ്റും നിങ്ങൾ ചെയ്തിട്ട് എന്നോട് സത്യസന്ധമായി ഇരിക്കാൻ പറയുന്നത് എവിടുത്തെ ന്യായമാ പറ? ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്കറിയാം. പുതിയൊരു ജീവിതം തുടങ്ങാം നമുക്ക്. നിനക്ക് എങ്ങനെയാ പുറത്തിറങ്ങാൻ കഴിഞ്ഞേ? അറിയില്ലടാ. മോളിന്ന് താഴെ വീണു. കണ്ണ് തുറന്നു നോക്കിയപ്പോ അതേതോ ഒരു ഗുഹ പോലെ ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് കൊറേ നടന്നു. അവിടെ ഒരു ഏണി കണ്ടു. കേറി വന്ന ഒരു കതക് തട്ടിയപ്പോ അവിടെ ഒരു സ്ത്രീ. ചിരിക്കലടാ. നീ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ വന്ന് കൊന്നേനെ. ഒന്ന് നിർത്തടാ കള്ള തിരുമാലി. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റുപോലും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇന്നതാ നടന്നത്. അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാവുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പുതിയൊരു ജീവിതം ഞങ്ങൾ തുടങ്ങി. ഇതെല്ലാം നീ കാരണം. താങ്ക് യു സോ മച്ച്. ഇനി എപ്പോഴും എന്നെ വിളിക്കൊന്നും വേണ്ട കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.